കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പോയിക്കോളൂ. ഇനി മേലാലി റൂമിലേക്ക് വരരുത്. എന്റെ കൺമുമ്പിൽ പോലും നീ ഉണ്ടാവരുത്. നിങ്ങളുടെ മുഖം എനിക്കിനി കാണണ്ട. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോവാൻ. അമ്മൂമ്മ പ്ലീസ് അമ്മൂമ്മ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മൂമ്മ. അമ്മൂമ്മ ഞങ്ങളോടൊപ്പം എന്തായാലും വേണം. അങ്ങനെ വേണ്ട. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞു. പൊക്കോ ഇവിടുന്ന്. പോകാനല്ലേ പറഞ്ഞേ? എന്താ ഏട്ടാ? നീ എന്താ ആലോചിക്കുന്നേ? രാവിലെ നടന്ന ദത്തെടുക്കൽ ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. എല്ലാം വളരെ ഭംഗിയായി നടന്നല്ലേ? അതെ ഏട്ടാ, നമ്മുടെ കൈകൊണ്ട് ഉണ്ണിയെ അനുഗ്രഹിക്കാൻ പറ്റിയതില് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്കും അത് തന്നെയാണ് വളരെ തൃപ്തിയായിട്ട് തോന്നിയത് ഭാവനെ. അബിയുടെ മകനായിട്ട് ഉണ്ണി നിയമപരമായി തന്നെ വരണമെന്നുള്ള വസുവിന്റെ ആഗ്രഹം നിറവേറി. അതുമാത്രമല്ല, വസു നമുക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്തതുമായില്ലേ? ഏട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. എനിക്കും അതേ ഫീല് തന്നെ ഉണ്ടായത്. വസുവിനോട് ഒരുപാട് കടപ്പാടുണ്ട് നമുക്ക്. ഇന്നത്തെ ദിവസം അത് കുറച്ചെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. എല്ലാം നന്നായി നടന്നു. പക്ഷേ അമ്മയും കൂടെ പൂജയിലുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നാകുമായിരുന്നു. അമ്മ വരാതെ ഉണ്ണിയും വസുവിനെയും വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തു. അത് തന്നെ എനിക്ക് ഒരുപാട് വിഷമമായത്. ചെറിയ കുട്ടിയല്ലേ, അവൻ വായെടുത്ത് ചോദിച്ചപ്പോഴെങ്കിലും അമ്മയ്ക്ക് അവനെ ഒന്ന് അനുഗ്രഹിക്കാമായിരുന്നു. പക്ഷേ അമ്മ ഇങ്ങനെ പെരുമാറും ഞാൻ വിചാരിച്ചതേയില്ല. പാവം, വസു എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അമ്മ പറയുന്ന കേട്ടിട്ട് നമുക്ക് തന്നെ ഒരുപാട് വേദനിച്ചില്ലേ? അപ്പൊ പിന്നെ ഉണ്ണിയുടെയും വസുവിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഉണ്ണിയെ ദത്തെടുക്കുന്ന കാര്യത്തില് അമ്മയ്ക്കെന്താ ഇത്ര താല്പര്യമില്ലാത്തത്? എന്തിനാ ഇത്രയധികം എതിർക്കുന്നത്? അതാ ഭാവന എനിക്ക് മനസ്സിലാവാതെ. അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യാത്തതാണ്. ഇവിടെ ഇപ്പൊ അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇളയമ്മയാണ് ഇതിന് പിന്നിലെന്നാ എന്റെ സംശയം. അവരല്ലാതെ വേറെ ആരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അമ്മ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് തന്നെ അവരാ. ഇളയമ്മയുടെ വാക്കും കേട്ടിട്ട് അമ്മ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ, അബി, അഖിൽ എല്ലാവരും നല്ല വിഷമത്തില്ല. അമ്മ ഇവിടെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുക ഏട്ടാ. നാളെ മുതല് വസുവിന്റെ ഉണ്ണിയുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഉണ്ണി എന്റെ പേരക്കുട്ടി അല്ലാന്നും വസു എന്റെ മരുമകളല്ലാന്നും ഇനി എന്റെ മുന്നിൽ വരരുതെന്നും അവരുടെ മുഖത്ത് നോക്കി അമ്മ പറഞ്ഞു. എല്ലാത്തിനും അബിയുണ്ട് ഭാവനെ. വസുവിന്റെ ഉണ്ണിയുടെ കാര്യം അവൻ നോക്കിക്കോളും. അബി അവർക്കൊരു തുണയായിട്ടുണ്ടാവുകയും ചെയ്യും. നീ വാ. നീ ഒരു ഭാഗ്യവതിയാടി. ഒരു ഭർത്താവ് പോയപ്പോ വേറൊരു ഭർത്താവിനെ കിട്ടി. ഇത്രയും വലിയൊരു കുടുംബത്തില് മരുമകളായിട്ട് വന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും അബി കേൾക്കുന്നുമുണ്ട്. എന്റെ ഏട്ടത്തി പറഞ്ഞ വാക്കുകൾ ധിക്കരിച്ച് നിന്റെ മോനെ അബി സ്വന്തം മകനായി ദത്തെടുത്തു. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഉണ്ണി ഈ കുടുംബത്തിന്റെ അവകാശിയായിട്ട് മാറുകയും ചെയ്തു. നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടല്ലേ? എനിക്കില്ലാത്ത, എനിക്ക് കിട്ടാത്ത സന്തോഷം നിനക്ക് കിട്ടിയല്ലേ? എങ്ങനെയെങ്കിലും നിന്റെ മനസമാധാനം ഞാൻ കെടുത്തോടി. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല.
എന്താ വേണ്ട ഇളയമ്മേ? ഇളയമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? ആ, എനിക്കൊന്നും വേണ്ട മോളെ. അല്ല, എല്ലാരും കഴിച്ചല്ലോ, നീ എന്താ കഴിക്കാത്തേ? ഞാൻ ഇന്ന് വ്രതത്തിലല്ലേ ഇളയമ്മേ, ഊണ് കഴിക്കില്ല. ദോശയോ എന്തെങ്കിലും. ഓ, ഈ നേരത്തിന് നീ എന്ത് ചെയ്യാൻ പോവാ? ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ട്, 2 ദോശ ഉണ്ടാക്കി കഴിച്ചോളാം ഞാൻ. ശരി മോളെ, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയി കിടക്കട്ടെ. ദോശ ഉണ്ടാക്കാൻ പോവാണോ? എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുക. ഇനി നീ ഉണ്ടാക്കാൻ കുറെ ദോശ. ഇപ്രാവശ്യം നിനക്ക് 8ന്റെ പണിയാടി തന്നത്. ഇന്ന് രാത്രി എനിക്ക് ഉറക്കം വരാനായിട്ട് ഇത് ധാരാളം. എന്താ ഇത് ഗ്യാസിന്റെ ഒരു സ്മെല്ല്? അയ്യോ, പൈപ്പ് കട്ടായിരിക്കുന്നല്ലോ. ഗ്യാസ് കമ്പനിയിൽ വിളിച്ചു പറഞ്ഞ് നാളെ ഇത് ശരിയാക്കണം. വസുന്ധര, എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഫീൽ ആയിരിക്കുവാണോ? അത്
അമ്മയും കൂടി ഇന്ന് ഉണ്ണിയെ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ദേഷ്യം കുറഞ്ഞതിന് ശേഷം അമ്മ തീർച്ചയായിട്ടും ഉണ്ണിയെ ആശീർവദിക്കും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. താൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനും അങ്ങനെ കരുതുന്നു ഏട്ടാ. അമ്മയുടെ ദേഷ്യം എത്രയും പെട്ടെന്ന് കുറയാൻ വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. താനിന്ന് ഒരുപാട് ക്ഷീണിച്ചിരിക്കുക. ചെന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് കിടന്നോളാം. വസ്ത്ര, താനെന്താ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്? അത് അത് നല്ല ദാഹം ഉണ്ടായിരുന്നു ഏട്ടാ. ദാഹത്തിന് വേണ്ടി കുടിച്ചതാണോ അതോ വിശന്നിട്ട് കുടിച്ചാണോ? വിശപ്പൊന്നും ഇല്ല ഏട്ടാ. താൻ രാത്രി ഒന്നും കഴിച്ചില്ല അല്ലേ? ഇന്നെനിക്ക് വ്രതമല്ലേ ഏട്ടാ. അറിയാം. രാത്രി ഭക്ഷണം കഴിച്ചില്ലായിരുന്നു? കഴിച്ചായിരുന്നു. താൻ കള്ളം പറയാണ്. ഇല്ല ഏട്ടാ. ഭക്ഷണം കഴിച്ചതിന് ശേഷം താൻ ഇത്രയും വെള്ളം കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ വെള്ളം കുടിച്ചാൽ കഴിച്ചത് ദഹിക്കില്ല എന്ന് താൻ തന്നെയാണ് കുട്ടികളോട് പറയുന്നത്. അങ്ങനെയുള്ളപ്പോ താൻ തന്നെ സത്യം എന്താന്ന് പറ. ഞാൻ കഴിച്ചായിരുന്നു. എന്താ കാര്യം? ഒന്നും സംഭവിച്ചില്ല. അമ്മ പറഞ്ഞത് കേട്ട് ഫീലായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ? ഏട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. താനിങ്ങനെ വിശന്നിരുന്നാൽ അതെനിക്ക് വിഷമമാണോ? എനിക്കങ്ങനെ വിശപ്പൊന്നും ഇല്ല ഏട്ടാ. ഇന്നത്തെ ദത്തെടുക്കൽ ചടങ്ങിന്റെ സന്തോഷത്തിലാ ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെന്താ ഭക്ഷണം കഴിക്കാത്ത? കഴിച്ചു ഏട്ടാ. വസുന്ധര, വെറുതെ എന്നോട് കള്ളം പറയരുത്. വീണ്ടും ഞാൻ ചോദിക്കുക, എന്തു പറ്റി? അത് പിന്നെ ഗ്യാസിന്റെ പൈപ്പ് കട്ടായിരിക്കുക ഏട്ടാ. ഗ്യാസ് മുഴുവൻ ലീക്കായിക്കൊണ്ടിരിക്കുവായിരുന്നു. സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിലിണ്ടർ പൊട്ടിത്തെറിക്കുമെന്ന്. ഇതെന്നോട് നേരത്തെ പറയായിരുന്നില്ലേ? എന്തിനാ ഏട്ടാ? രാവിലെ പൈപ്പ് മാറ്റാവുന്നതല്ലേ ഉള്ളൂ. അന്നേരം കഴിക്കാലോ. അപ്പൊ അതുവരെ വിശന്നിരിക്കാന്നാണോ? ഒരു മിനിറ്റ്. ഏട്ടൻ എന്ത് ചെയ്യാ? ഏട്ടൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണോ? സമയം ഇപ്പൊ 10 കഴിഞ്ഞില്ലേ? ഈ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാ 11 മണിക്കോ 12 മണിക്കോ ഒക്കെ കൊണ്ടുവരും. ഒരു നേരം കഴിച്ചില്ലെന്നും പറഞ്ഞൊന്നും സംഭവിക്കുന്നില്ല. ഞാൻ ഡയറ്റിലാണെന്ന് വിചാരിച്ചോളാം. ഏട്ടൻ വാ, നമുക്ക് പോയി ഉറങ്ങാം. വിശന്നിരുന്ന് എങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഒന്നും വേണ്ടെന്നേ, ഞാൻ ഉറങ്ങിക്കോളാം. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ ചെന്ന് കാറിന്റെ കീ എടുത്തിട്ട് വരാം. നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്ക് പോ. അയ്യോ, ഈ സമയത്തോ? ഞാൻ വരുന്നില്ല. ഞാനും കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്നാലും രാവിലെ തൊട്ട് ഈ നിമിഷം വരെ സിൻസിയറായിട്ട് വ്രതം എടുത്തിട്ട് ഇനിയിപ്പോ പുറത്തു പോയി കഴിക്കുന്നത് ശരിയാണോ? എന്നാ വീട്ടിലെ ഭക്ഷണം കഴിച്ചാലോ? നാളെ കഴിക്കാലോ. ഞാൻ ഇപ്പൊ കഴിക്കുന്ന കാര്യമാ പറഞ്ഞത്. അത് താൻ ചെന്ന് ദോശമാവ് എടുത്തിട്ടോ. ഏട്ടൻ എവിടെ പോവാ? അടുത്ത വീട്ടിൽ പോയി ചോദിക്കാൻ പോവാണോ? അവരൊക്കെ ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടാവും. ഈ സമയത്ത് പോയി അവരെ ശല്യപ്പെടുത്തുന്നത് അത്ര നല്ലതല്ല. അടുത്ത വീട്ടിലല്ല, നമ്മുടെ വീട്ടുമുറ്റത്ത്. സർപ്രൈസ്. ഏട്ടൻ എന്ത് ചെയ്യാൻ പോയതായിരിക്കും? ഒരു കൂട്ടുതാ തുന്നാരം തുഞ്ചത്ത് ചാഞ്ഞുവാ കുളിരാടിവാ ഒരു പാട്ടുതാ ഇതിലേ ചിരിമഴ തൂകി നീ വരുമോ ചിറകുകൾ വീശി നീയോ തെയ്യാരം തൂമണിക്കാറ്റേവാ കളിയാടിവാ
ഏട്ടൻ എന്തായി ചെയ്യുന്നേ? ഇതൊക്കെ കണ്ടിട്ട് വിറകടുപ്പില് ദോശ ചുടാൻ പോവാണോ? അതാണ് ചെയ്യാൻ പോകുന്നത്. അതെ ഏട്ടാ, ഞാൻ ചെയ്തോളാം. ഏട്ടനൊന്ന് മാറിക്കേ. നോ വേ, താനിരിക്കെ, ഞാൻ ഉണ്ടാക്കി തരാം. ഏട്ടന് ദോശ ഉണ്ടാക്കാനൊക്കെ അറിയോ? ഇതൊക്കെ എന്റെ മുത്തശ്ശി പഠിപ്പിച്ചെന്നതാ. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോ ഇതുപോലെ വിറകടുപ്പിലാണ് ഉണ്ടാക്കി തന്നിരുന്നേ. ആരെങ്കിലും കണ്ട ഏട്ടനെ പറ്റി എന്താ വിചാരിക്ക? ഞാൻ ഉണ്ടാക്കിക്കോളാം. താൻ പ്ലേറ്റ് വെച്ച് മിണ്ടാതിരുന്നാ മതി. അങ്ങനെ അല്ല ഏട്ടാ. വസുന്ധര, പ്ലീസ് അവിടെ ഇരിക്ക. കാറ്റിലൂടെ നിലാവിന്നേട്ടിലൂടെ അലിങ്ങിടാൻ വരൂ, പുണരാൻ വരൂ മലർവാസമേ നീ. താരജാലം മിനുങ്ങും പാതിരാവിൽ പനിനീരിതൾ വിതറിയിടുകി പുതുമന്നിലാ. ഞാൻ കഴിച്ചോളാം ഏട്ടാ. ഹേടോ, നാണക്കേടൊന്നും വിചാരിക്കണ്ട. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഞാനല്ലേ തരുന്നേ. കഴിക്കേ. താൻ കഴിക്കുമ്പോഴേക്കും ഞാൻ നല്ലൊരു ഓണിയൻ ദോശ ഉണ്ടാക്കി തരാം. ഇനി അടുത്ത ഏത് ടൈപ്പ് ദോശ വേണം? അയ്യോ മതി ഏട്ടാ. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ എത്ര ദോശ ചുടുന്നോ അത്രയും ദോശ താൻ കഴിച്ചേ പറ്റൂ. അത്രയും ദോശ കഴിക്കണോ? അതെ, മുഴുവനും കഴിക്കണം. അത്രയും ദോശയൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. കഴിച്ചേ പറ്റൂ, എന്നാലേ തനിക്ക് നല്ല ശക്തി കിട്ടൂ. ഞാൻ ശരിക്കും വണ്ണം വെക്കും. സാരല്ല, ഞാൻ സഹിച്ചു. ഏട്ടന് കുഴപ്പമില്ല, പക്ഷെ എനിക്കല്ലേ കഷ്ടം.